ഹായ്, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ 16ാമത്തെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എടുത്തിരുന്നത്. ഈ 16ാമത്തെ ചാപ്റ്റേഴ്സിലെ ലാസ്റ്റത്തെ ട്രൂ ഫാൾസ്, ശരിയോ തെറ്റോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കിയിരുന്നത്. അതില് ജി വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോഴേക്കും ക്ലാസ് കട്ട് ആവുകയാണ് ചെയ്യുന്നത്. കാരണം 8 മണി നമുക്ക് ഒരു മണിക്കൂറിന്റെ ക്ലാസ് ആയിരുന്നു. അതുകൊണ്ടാണ് 7 തൊട്ട് 8 ആയപ്പോഴേക്കും അത് കട്ടായത്. 8 മണിയായപ്പോഴും കട്ടായി പോയതാണ്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാരും? സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാരും? ഓക്കെ, യെസ്. ദെൻ അതില് എച്ച് എന്ന് പറഞ്ഞ ചോദ്യം, ക്ഷത്രിയ ആർ ഓൾസോ നോൺ ആസ് ദി മെമ്പർ ഓഫ് മെർച്ചന്റ് കാസ്റ്റ്. ക്ഷത്രിയന്മാര് മെർച്ചന്റ് കാസ്റ്റ് ആയിട്ട്, വ്യാപാര ജാതികളായിട്ട് അറിയപ്പെടാറുണ്ട്. അതിലത്തെ മെമ്പേഴ്സ് എല്ലാവരും വ്യാപാര ജാതിയിലായിട്ട് അറിയപ്പെടുന്നു. ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷത്രിയന്മാര് ശരിക്കും ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ആണ്, മെർച്ചന്റ് കാസ്റ്റ് അല്ല. മെർച്ചന്റ് കാസ്റ്റ് വൈശ്യന്മാരാണ് ഏത് ജാതി വ്യവസ്ഥയിൽ അറിയപ്പെടുന്നത്. മെർച്ചന്റ് കാസ്റ്റ് ആയിട്ട് ജാതി വ്യവസ്ഥയിൽ അറിയപ്പെടുന്നത് വൈശ്യന്മാരാണ്. ക്ഷത്രിയന്മാരെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് കാസ്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The Kshatriya also known as the member of merchant caste is a false statement ആണ് കേട്ടോ. തെറ്റായ ഉത്തരമാണ്. Then I, at the bottom of caste hierarchy are placed in the members of the caste called Sudra. അതായത് ജാതി അധികാര ശ്രേണിയിൽ ഏറ്റവും അവസാനം, ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഉള്ള വിഭാഗം എന്ന് പറയുന്നത് ശുദ്രന്മാരാണ്. ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചത്. യെസ്, അത് ശരിയാണ്, ട്രൂ ആണ്. ജാതി വ്യവസ്ഥയിൽ നമുക്കറിയാം 4 ഗ്രൂപ്പുകളാണ്: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശുദ്ര. ഇതിലെ ഏറ്റവും ഹൈറാർക്കിയൽ ഓർഡറിൽ ഏറ്റവും അവസാനം ബോട്ടം കെടുക്കുന്നത് ശുദ്രന്മാരാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
Then last, caste is a open social system of social stratification. സാമൂഹ്യ ശ്രേണിവൽക്കരണത്തിൽ ജാതി എന്ന് പറയുന്നത് ഒരു തുറന്ന വ്യവസ്ഥയാണെന്നാണ് പറയുന്നത്. ജാതി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സിസ്റ്റം അല്ല, അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, അടഞ്ഞ വ്യവസ്ഥയാണ്. നമുക്കറിയാം ജാതി വ്യവസ്ഥ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ജാതിയിൽ നിന്നും മറ്റൊരു ജാതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റില്ല. ഇപ്പൊ ബ്രാഹ്മണനായ ആൾക്ക് നായരാവാനോ നായരായ ഒരാൾക്ക് ബ്രാഹ്മണനാവാനോ സാധിക്കില്ല. അപ്പൊ അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. സാമൂഹ്യ ശ്രേണിവൽക്കരണത്തിൽ ജാതി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, അടഞ്ഞ അധ്യായമാണ്, ഓപ്പൺ സിസ്റ്റം അല്ല. ക്ലിയർ ആയോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ദെൻ ഇനി ടെസ്റ്റിൽ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് 16ാമത്തെ പേജിൽ പഠിക്കാൻ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് ഗൈഡില് 16ാമത്തെ അധ്യായത്തിൽ അടയാളപ്പെടുത്താൻ പഠിക്കേണ്ടത് വാട്ട് ഈസ് ഇറ്റ് പ്രസ്റ്റീജ്, അഭിമാനം എന്താണെന്ന് പഠിക്കണം. 118ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ, 118ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പഠിക്കണം. ദെൻ 119ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ 120ാമത്തെ പേജിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ, 120ാമത്തെ പേജിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആയ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പവർ, വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ്, ശക്തി, സമ്പത്ത്, അതുപോലെ തന്നെ പദവി എന്ന് പറഞ്ഞാൽ എന്താണെന്നും. അതുപോലെ തന്നെ നോക്കേണ്ടത് 122ാമത്തെ പേജിലെ 15ാമത്തെ ക്വസ്റ്റ്യൻ, 122ാമത്തെ പേജിലെ 15ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്, ജാതിയും വർഗവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ ടേബിൾ പോലെ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ 123ാമത്തെ പേജിലെ കാറൽ മാർക്സിന്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലെ സാമൂഹ്യ ശ്രേണിവൽക്കരണം, കാൾ മാർക്സിന്റെ അഭിപ്രായത്തിലെ സാമൂഹ്യ ശ്രേണിവൽക്കരണം എന്താണെന്നും പഠിക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത്. ഇത് വൺ വേർഡുകളും ട്രൂ ഓഫ് ഫാൾസുകളും ഏറ്റവും കൂടുതൽ ഈ അധ്യായത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളായിട്ട് വൺ വേർഡ്, ട്രൂ ഓഫ് ഫാൾസുകൾ, അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുകളൊക്കെ ഒന്ന് നല്ലവണ്ണം നോക്കാം. ക്ലിയർ ആയാലോ? ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 16ാമത്തെ ചാപ്റ്റർ ആയ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ കാര്യമാണ്. എക്സാമിന്റെ പോർഷനുകളൊക്കെ ഞാൻ പറയാം, ക്ലാസിന്റെ അവസാനം ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു അധ്യായം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 17ാമത്തെ ചാപ്റ്റർ ആണ്. 17ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ, അതായത് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റമാണ് നമ്മൾ പഠിക്കുന്നത്. സാമൂഹ്യ മാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ നോക്കുന്നത്. സാമൂഹ്യ മാറ്റത്തിന് 3 നമ്മൾ പ്രധാനമായിട്ടും 6 ഘടകങ്ങളുണ്ട്. അതിലെ ഈ ഘടകങ്ങളെ 2ആയിട്ട് തരംതിരിക്കുന്നത്, എൻഡോജീനിയസ് എന്നും എക്സോജീനിയസും. എൻഡോജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ, സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ ഉള്ളിൽ നടക്കുന്ന ഇന്റേണൽ മാറ്റങ്ങളും. എക്സോജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് പുറമേ നടക്കുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഫാക്ടേഴ്സ് ആണ് ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത്. ചാപ്റ്റർ 17 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 17ാമത്തെ അധ്യായം ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇംഗ്ലീഷ് ടെസ്റ്റിലെ പേജ് നമ്പർ 234ലും അതുപോലെ തന്നെ മലയാളം ഗൈഡില് 124ാമത്തെ പേജിലും 124 1, 2, 4. ഇനി നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം, ഇതില് ഈ ഫാക്ടേഴ്സുകളെല്ലാം ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ 128ാമത്തെ പേജില് 12ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. 128ാമത്തെ പേജില് 12ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതില് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചില് 6 ഘടകങ്ങൾ കൊണ്ടാണ്, 6 ഫാക്ടേഴ്സ് കൊണ്ടാണ്, 6 ഘടകങ്ങൾ കൊണ്ടാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹം ഇന്ന് കാണുന്നത് പോലെ ആവാൻ കുറെ സാങ്കേതിക വിദ്യയായാലും പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സമൂഹം പോലെയല്ല ഇന്നത്തെ നമ്മുടെ സമൂഹം. ഇനി വരാൻ പോകുന്ന സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്, ഘടകങ്ങളാണ് ഇവിടെ
മെൻഷൻ ചെയ്യണം. ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ആണ്. 234 പേജിലുണ്ട്. മലയാളം ഗ്രേഡിൽ 129 പേജിൽ. ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യപരമായിട്ടുള്ള ഘടകങ്ങളാണ്. ജനസംഖ്യ സമൂഹത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. Then രണ്ടാമത്തെ ടെക്നോളജി. ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാങ്കേതിക വിദ്യയാണ്. സാങ്കേതിക വിദ്യയിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങളും സമൂഹത്തിനെ മാറ്റുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് കൾച്ചറാണ്. കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കാരമാണ്. സംസ്കാരത്തിന്റെ പല മാറ്റങ്ങളും, സംസ്കാരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തെ മാറ്റുമെന്നാണ് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം. നമുക്കറിയാം കുറെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ദെൻ എക്കണോമിക്, സാമ്പത്തികപരമായിട്ടുള്ള ഘടകം. ദെൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഇങ്ങനെ 6 ഘടകങ്ങൾ കൊണ്ടാണ് സമൂഹം മാറുന്നത്, സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നത്. ഡെമോഗ്രാഫിക്കൽ, ടെക്നോളജിക്കൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ദെൻ എഡ്യൂക്കേഷൻ. ഒന്നുകൂടി പറയാം. ജനസംഖ്യാപരമായിട്ടുള്ള ഘടകങ്ങൾ, സാങ്കേതികപരമായിട്ടുള്ള ഘടകങ്ങൾ, സാംസ്കാരികപരമായിട്ടുള്ള ഘടകങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങൾ, ദെൻ എക്കണോമിക്കൽ, സാമ്പത്തികപരമായിട്ടുള്ള ഘടകങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് സമൂഹം മാറുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ ഓരോ ഘടകത്തിനെ കുറിച്ചിട്ടും അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഇതിലെ ചില ഘടകങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളൂ എസ്സേക്ക് ആയിട്ട്. കൂടുതലും വൺ വേർഡുകളാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാറ്. അപ്പൊ ഇതിലെ ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനസംഖ്യ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 129 പേജിലുണ്ട് ഡെമോഗ്രാഫി, ജനസംഖ്യ എങ്ങനെയാണ് സമൂഹത്തിനെ മാറ്റുന്നത് എന്ന്. അത് ജനസംഖ്യ, നമുക്കറിയാം ജനസംഖ്യ വളരും തോറും സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ട് അല്ലെ, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളെക്കാട്ടും കൂടുതലാണ്. GDP വളരെ ഉയർച്ചയിലേക്കാണ്. അപ്പൊ ജനസംഖ്യ കൂടുമ്പോൾ നമ്മുടെ സാമ്പത്തികവും വികസിക്കുമെന്നാണ്, അതുപോലെ തന്നെ നമ്മുടെ സമൂഹവും വികസിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ജനസംഖ്യ കൂടുമ്പോഴാണ് അവിടെ എക്കണോമിക്കൽ വളർന്നു. എക്കണോമി വളരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപാദന പ്രക്രിയ ചെയ്യാൻ ജനങ്ങളെ ആവശ്യമാണ്. അപ്പൊ ജനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സമ്പദ്ഘടന ഡെവലപ്പ് ചെയ്യാണ് ഈ കാലഘട്ടത്തില്. അപ്പൊ ജനസംഖ്യ വളരുമ്പോ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങളും സംഭവിക്കും. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ജനസംഖ്യ വളരുമ്പോൾ നല്ല കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഡിമെറിറ്റ്സ് ആയിട്ട് അല്ലെ, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, അർബണൈസേഷൻ അല്ലെ, എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷനോ മെഡിസിനോ നമുക്ക് ഹെൽത്ത് കൊടുക്കാനോ സാധിക്കില്ല. അപ്പൊ ജനസംഖ്യ വളരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ജീവിത നിലവാരം കുറയും. അപ്പൊ സമൂഹത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ജനസംഖ്യ അത്രയും പഠിച്ചാൽ മതി. നിങ്ങൾ ആലോചിക്കുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറയുമ്പോ കുറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഡിക്ലൈൻ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഏറ്റവും കുറയുന്നത് ജനസംഖ്യ കുറയുമ്പോഴാണ് കേട്ടോ. ജനസംഖ്യ കുറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ നോക്കേണ്ടത് ജനസംഖ്യ കൂടുമ്പോഴും കുറയുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പഠിക്കാം. ദെൻ അടുത്തത് ടെക്നോളജിയാണ്. ടെക്നോളജി ആസ് എ ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ സമൂഹത്തില് മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കുറെ ഫീൽഡ് പറയാം. നമ്മുടെ കാർഷിക മേഖല, അഗ്രികൾച്ചർ സെക്ടർ എടുത്തു നോക്കാം അല്ലെ. പണ്ട് കാലത്ത് നമ്മൾ കൽപ്പയും അതുപോലെ തന്നെ ഉഴുതുമറിയാൻ കാളയനൊക്കെ വെച്ചിട്ടാണ് നെൽപ്പാടങ്ങളൊക്കെ ഉഴുതുമറിയുന്നത്. കൊയ്യാനാണെങ്കിലും മനുഷ്യരാണ്, ലേബേഴ്സുകളാണ്, തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊന്നും വേണ്ട. നെയ്യാനും കൊയ്യാനും ഒക്കെ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആൾക്കാർ എന്ന് പറയുന്നത് 1-2 ആൾക്കാർ ഒരു പാടത്ത് ഉണ്ടായാൽ മതി. അപ്പൊ അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം പെസ്റ്റിസൈഡുകളും അതുപോലെ തന്നെ ഹൈ ഈൽഡ് സീഡുകൾ, നല്ല ഉയർച്ചയുള്ള, അതായത് നല്ല വിത്ത് ഇനങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇത് ടെക്നോളജിയുടെ ഫലമായിട്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. അപ്പൊ ടെക്നോളജി കൂടുമ്പോൾ നമ്മുടെ സമൂഹം മാറാണ്. ഇപ്പൊ ഈവൻ കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് എടുക്കാം. കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ അറിയാം, നമ്മൾ പണ്ടൊക്കെ ഒരു സന്ദേശം കൈമാറാൻ എന്തൊക്കെ വഴികളാണ് അല്ലെ. ഒന്നീ പ്രാവ് അല്ലെങ്കിൽ ദൂതന്റെ കയ്യില്,
അഞ്ചലോട്ടക്കാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അഞ്ചലോട്ടക്കാരൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിലാണ് ഏത് നമ്മുടെ മെസ്സേജ്, അതായത് സന്ദേശങ്ങൾ കൊടുത്തു വിടുന്നത്. അപ്പൊ ഇതിന്നൊക്കെ മാറി ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ, അതല്ല സെക്കൻഡുകളുടെ ഉള്ളിലാണ് നമ്മുടെ സന്ദേശം പല രാജ്യങ്ങളിലേക്ക്, കോണ്ടിനെന്റുകളിലേക്ക് മാറുന്നത്, അല്ലെ, വൻകരകളിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ടെക്നോളജി വരുന്നതോടുകൂടി ഏത് അബ്ദുൽ കരീം മൈക്ക് മ്യൂട്ടേ. അപ്പൊ ടെക്നോളജി വരുന്നതോടുകൂടി ഏത് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ. ഇപ്പൊ ട്രാൻസ്പോർട്ട് ആയാലും എടുത്തു നോക്കാം, അല്ലെ, പണ്ട് കാളവണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഏത് ട്രാൻസ്പോർട്ടിന്, അല്ലെ, എല്ലാ രീതിയിലുള്ള എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ലാൻഡില് സ്പീഡിൽ പോണ എല്ലാ വാഹനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ടെക്നോളജിയിൽ വന്ന മാറ്റമാണ്. ടെക്നോളജിയിൽ വന്നതോടുകൂടി എന്ത് സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാണ്. അതുപോലെ തന്നെ മെഡിസിൻ ആയാലും ഏത് മേഖല എടുത്താലും സാങ്കേതിക വിദ്യയിൽ വരുമ്പോൾ പല മാറ്റങ്ങളും സംഭവിക്കുന്നു എന്നാണ് പറയണത്. അപ്പൊ സാങ്കേതിക വിദ്യ വരുമ്പോൾ സമൂഹം മാറുന്നു എന്ന് പറയുന്നു. ദെൻ മൂന്നാമത്തെ ഫാക്ടർ ആണ് കൾച്ചർ. കൾച്ചറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ സമൂഹം മാറും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സംസ്കാരം. എന്താണ് സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ഭാഷ, നമ്മുടെ പാരമ്പര്യം, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഏത് നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സമൂഹം തന്നെ മാറുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടെസ്റ്റിൽ എടുത്തു പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് മുഗൾ ഭരണകാലത്തെ ചക്രവർത്തിയാണ് ആര്? അക്ബർ, അല്ലെ, മുഗൾ രാജാവാണ് ഏത്? അക്ബർ. അക്ബർ എന്റെ കാലഘട്ടത്തില് എന്ത് സംസ്കാരത്തിൽ കൊണ്ടുവന്ന മാറ്റമാണ് ഏത്? അദ്ദേഹം രണ്ട് മതങ്ങളുടെ ആശയങ്ങളെല്ലാം യോജിപ്പിച്ച് ഒരു പുതിയ മതം ഉണ്ടാക്കി, അല്ലെ. ഹിന്ദുയിസത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ഐഡിയോളജികൾ കൂട്ടിച്ചേർത്ത് അദ്ദേഹം ദിൻ ഇലാഹി എന്ന് പറഞ്ഞൊരു മതം സൃഷ്ടിക്കുകയുണ്ടായി. അപ്പൊ അതെന്തിലേക്ക് അന്നുണ്ടായ നമ്മുടെ റീജിയണൽ ലാംഗ്വേജുകളിലൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടായി. അതായത് ഉറുദു, അതുപോലെ തന്നെ മറാത്തി, ഈ ഭാഷകളിലൊക്കെ ഉയർച്ച ഉണ്ടാവാൻ, അതായത് ആ ഭാഷകളൊക്കെ ഒന്ന് വികസിക്കാൻ ഏത് ഈ ഒരു മിംഗ്ലിക്കേഷൻ സാധ്യമായി എന്നാണ് പറയുന്നത്. അപ്പൊ കൾച്ചർ നമുക്കറിയാം, പണ്ടത്തെ പാരമ്പര്യം പോലെയല്ല ഇന്ന് നമ്മുടെ ഉള്ള പല പാരമ്പര്യങ്ങളും മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പണ്ട് നടന്നിട്ടുള്ള കുറെ ആചാരങ്ങളിലൊക്കെ നമ്മൾക്ക് വ്യത്യാസങ്ങളെല്ലാം വരുത്തി കൊണ്ടുവരുന്നുണ്ട്. പണ്ട് 7 കടൽ കടന്നിട്ടൊന്നും ആരും യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്കൊന്നും പോകില്ല. പക്ഷെ ഇന്ന് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സംസ്കാരത്തില് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ടോപ്പിക്കും കൂടി പഠിക്കാനുണ്ട്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ, അല്ലെ, പഴയ തലമുറയ്ക്ക് മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പുതിയ തലമുറയാണ് മാറ്റങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കാം. അപ്പൊ ഇവര് തമ്മിലൊരു ക്ലാഷ്, അല്ലെങ്കിൽ ഇവര് തമ്മിലൊരു വ്യത്യാസം, ലാഗ് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും കൾച്ചറൽ ലാഗിനെ പറയാറുണ്ട്. അതായത് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് സംസ്കാരത്തിന്റെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഭൗതികപരമല്ലാത്ത നോൺ മെറ്റീരിയൽ സാധനങ്ങൾ അതില് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പൊ ഇവർ തമ്മിലൊരു ലാഗ് ഉണ്ടാവും. ആ ലാഗിനെയാണ് നമ്മളിത് കൾച്ചറൽ ലാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്താ മെറ്റീരിയൽ തിങ്സും അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ ഓക്കെ. കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കുകയും ഭൗതികപരമല്ലാത്ത സാധനങ്ങളിൽ മാറ്റം സംഭവിക്കുന്നില്ല, സാംസ്കാരിക മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പൊ ഇവര് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവും. അപ്പൊ ഈ ലാഗ് ഉണ്ടാവും.
ആ ലാഗിനെയാണ് നമ്മൾ എന്ത് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. when the non material culture does not adjust itself readily to material change, it results in the lag between two. This is known as the cultural lag. അപ്പൊ ഇവിടെ മെറ്റീരിയൽ തിങ് ഏതാ, നോൺ മെറ്റീരിയൽ തിങ് ഏതാ, അതായത് ഭൗതികപരമായിട്ടുള്ള വസ്തുക്കൾ ഏതാ, ഭൗതികപരമല്ലാത്ത വസ്തുക്കൾ ഏതാന്ന് അറിയണം. കൾച്ചറിലെ സംസ്കാരത്തിലെ ഭൗതികപരമായിട്ടുള്ള വസ്തുക്കൾ എന്നത് പറയുന്നത് നമ്മുടെ വസ്ത്രധാരണം, ഭക്ഷണ രീതി, ഭാഷ, ഇതിലൊക്കെ ഏത് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് ഞാൻ പറയണത് ഇംഗ്ലീഷ് ടെസ്റ്റിൽ 238 പേജിലാണ് പറയണത്. 238 കൾച്ചറൽ ലാഗ്. മലയാളം ഗൈഡില് 125 പേജിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ മെറ്റീരിയൽ തിങ് എന്താ, നോൺ മെറ്റീരിയൽ തിങ് എന്താന്ന് പറയുന്നില്ല, ഞാൻ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ട് പോവാം. അപ്പൊ മെറ്റീരിയൽ തിങ്ക് എന്ന്, മെറ്റീരിയൽ സാധനങ്ങൾ, സംസ്കാരത്തിലെ മെറ്റീരിയൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം, ഭാഷാരീതി, അതുപോലെ തന്നെ ഭക്ഷണ രീതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ലൈഫ് സ്റ്റൈലാണ്, ജീവിത രീതികളെയാണ് നമ്മൾ ഇത് മെറ്റീരിയൽ തിങ്ങുകളായിട്ട് പറയുന്നത്. നോൺ മെറ്റീരിയൽ ഭൗതികപരമല്ലാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയോളജി, നമ്മുടെ ആശയങ്ങൾ, റിലീജിയൻ, നമ്മുടെ മതങ്ങള്, ദെൻ ബിലീഫ്സ്, നമ്മുടെ വിശ്വാസങ്ങൾ, ഇതിലൊന്നും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ഇവര് തമ്മിലുള്ള ആ ക്ലാഷിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ കൾച്ചറലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സംസ്കാരത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ഫാക്ടർ ആണ് പൊളിറ്റിക്കൽ ഫാക്ടർ. ഇതൊക്കെ ടെക്സ്റ്റ് മലയാളം ഗൈഡിൽ ഉണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. പേജ് നമ്പർ 128 12ാമത്തെ പേജിലായിട്ട് ഒരു ലോങ് എസ്സേ ആയിട്ട് കിടക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു വെക്കാം. മോർ ഇമ്പോർട്ടന്റ് അല്ല, ഇതിലെ ടെക്നോളജിയാണ് നമ്മളുടെ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അവസാനം ഒന്നുകൂടി ഞാൻ പറയാം ഏതൊക്കെ ടിക്ക് ഇടുന്നത്. ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അതായത് രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങളും സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, രാഷ്ട്രീയത്തില് കുറെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സമൂഹം മാറാറുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം. അതായത് 1829 ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ബെന്റിക് സതി അബോളിഷ് ചെയ്തു. അന്നുണ്ടായിരുന്ന ഒരു സംസ്കാരം, ഒരു സമൂഹമായിരുന്നു സതി എന്ന് പറഞ്ഞ സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു നിയമം കൊണ്ടുവന്നതോടുകൂടി ആ സമൂഹത്തിൽ നിന്ന് ആ ഒരു ദുരാചാരം ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിയമം വന്നതോടുകൂടി. പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്, അബോളിഷ്ഡ് ദി അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇന്ത്യയിലെ ആർട്ടിക്കിൾ 17, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് ഒരാളും തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. പണ്ട് കാലത്ത് നമുക്കറിയാം താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവായ വഴികളിലോ നടക്കാൻ പറ്റില്ല, അമ്പലങ്ങളിലോ കയറാൻ പറ്റില്ല, അല്ലെ? ഒരു 28 അടി നീങ്ങി നിൽക്കണം എന്നൊക്കെ ഉള്ള ഒരു ആചാരം, ദുഷിച്ച ആചാരം ഉണ്ടായിരുന്നു. ഈ ഒരു നിയമം കൊണ്ടുവന്നതോടുകൂടി ആ ഒരു കൺസെപ്റ്റ്, ഇത് ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പൊ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും രാഷ്ട്രീയപരമായിട്ടുള്ള, അതായത് കുറെ നിയമങ്ങൾ കൊണ്ടുവരുന്നതോടുകൂടിയും സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും ഉദാഹരണം പറയണ ഇലക്ഷൻ, ദ റോൾ ഓഫ് ഇലക്ഷൻ, അല്ലെ? തെരഞ്ഞെടുപ്പ്. ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം, വോട്ട്, നമുക്കറിയാം 18 വയസ്സ് തികയുമ്പോൾ എല്ലാ പൗരന്മാരും ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നു, അല്ലെ? അപ്പൊ അതെന്താണ് ഓരോ പൗരനുള്ളിൽ ഉണ്ടാക്കുന്നത്? ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്, അവന്റെ ഉള്ളിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു നിയമം കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് സമൂഹം മാറുന്നതിന് ഇടയാക്കുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്തതാണ് എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സമൂഹത്തില് വരുമാനങ്ങൾ സംഭവിക്കാറുണ്ട്. അതില് 3 കാരണങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റിൽ പറയണത്. 241
മാക്സിയം വ്യൂ പോയിന്റ്, കാറൽ മാക്സിന്റെ മാക്സിയം വ്യൂ പോയിന്റ്, ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായ വിപ്ലവം കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പിന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, ഇതിലെയും കൊണ്ട് സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് മാക്സിയം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൾ മാക്സിന്റെ അഭിപ്രായത്തിൽ സമൂഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യ സമൂഹം 4 സൊസൈറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. 4 സൊസൈറ്റികൾ അല്ല. ആദ്യത്തെ സൊസൈറ്റിയാണ് അഗ്രികൾച്ചർ സൊസൈറ്റി, കാർഷികേന്ദ്ര സമൂഹം. ദെൻ രണ്ടാമത്തെ സൊസൈറ്റിയാണ് ഈ കാർഷികേന്ദ്ര സമൂഹം പിന്നീട് ഏതിലേക്ക്, ഫ്യൂഡലിസം എന്ന് പറഞ്ഞ ജന്മി കുടിയാൻ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് മാറുകയുണ്ടായി. ഈ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ സമൂഹത്തിലെ നിന്ന് വീണ്ടും ക്യാപിറ്റലിസം, മുതലാളിത്തം എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുകയുണ്ടായി. ദെൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുതലാളിത്ത സമൂഹമാണ്. കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും അവസാനത്തെ സൊസൈറ്റിയാണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഈക്വാളിറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ സമൂഹം മാറുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തില്? സാമ്പത്തിക ഘടകത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ സാമ്പത്തിക ഘടകത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സമൂഹത്തിലും ഓരോ ഘടകങ്ങൾ തമ്മിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൾച്ചറൽ എന്താ പറയാ, ക്ലാസ് സ്ട്രഗിൾസ്, വർഗ സമരങ്ങൾ നടത്തിക്കൊണ്ട് പുതിയ പുതിയ സമൂഹം ഉണ്ടാക്കാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ സമൂഹം കാൾ മാർക്സിന്റെ അഭിപ്രായത്തിലുണ്ട്. ആ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ സമൂഹത്തില് ആര് തമ്മിൽ വർഗ സമരം നടത്തുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ് സ്ട്രഗിൾ നടത്താണ്? ഫ്യൂഡൽ ലോഡ്സും സെർഫും, ജന്മിയും കുടിയാന്മാരും തമ്മിൽ സമരം നടത്തി ഏത് സമൂഹം ക്രിയേറ്റ് ചെയ്തു? ക്യാപിറ്റലിസം, മുതലാളിത്തം എന്ന് പറഞ്ഞ സമൂഹം ക്രിയേറ്റ് ചെയ്യാണ്. മുതലാളിത്തം നമുക്കറിയാം. ഇന്ന് മുതലാളിത്ത സമൂഹത്തിൽ ആര് തമ്മിലാണ് ഏറ്റവും ക്ലാസ് സ്ട്രഗിൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രോളിറ്റേറിയൻസും അതുപോലെ തന്നെ ബൂർഷാസീസും. പ്രോളിറ്റേറിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സുകളാണ്, തൊഴിലാളികളാണ്. ബൂർഷാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളികളാണ് കേട്ടോ, ക്യാപിറ്റലിസ്റ്റുകളാണ്. ഇവര് തമ്മിൽ ക്ലാസ് സ്ട്രഗിൾ നടത്തി അവസാനം എല്ലാവരും തുല്യരായ ഒരു സമൂഹം ഉണ്ടാവുമെന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പൊ കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ അതിലത്തെ പോയിന്റ് ആണ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായ വിപ്ലവമാണ്. ഈ വ്യവസായ വിപ്ലവം 17ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ് ആരംഭിക്കുന്നത് കേട്ടോ. ഈ വ്യവസായ വിപ്ലവം 17ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ് ആരംഭിക്കുന്നത്. ഈ വ്യവസായ വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മളെ ഒരു പ്രൊഡക്ഷൻ, ഉൽപാദന പ്രക്രിയ എവിടെയായിരുന്നു? വീടുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് എവിടേക്ക് മാറി? ഫാക്ടറികളിലേക്ക്, വലിയ വലിയ ഫാക്ടറികളിലേക്ക് മാറി. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ വീടുകളിൽ പണ്ട് ബീഡി തിരക്കല്, കയർ ഉണ്ടാക്കല്, അങ്ങനത്തെ കശുവണ്ടി ഇതൊക്കെ എന്തിലേക്ക് മാറി? വലിയ വലിയ ഫാക്ടറികളിലേക്ക് മാറി. ഇതിനെയൊക്കെയാണ് പ്രൊഡക്ഷൻ മൂവ് ടു ഔട്ട് ദി ഹൗസ് ഹോൾഡ് ടു ഫാക്ടറി എന്നാ പറയുന്നത്. ഇതൊക്കെ പിന്നെ ഈ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ അക്വയർ, മൂലധനം ഉണ്ടാക്കുക എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിവിധ സ്ട്രാറ്റാസുകൾ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന സ്ട്രാറ്റാസുകളൊക്കെ മാറി എല്ലാവരും ഒരു ഈക്വൽ ആയിട്ട് ഒരുമിച്ച് പണിയെടുക്കാൻ തുടങ്ങി. പിന്നെ വുമൺസുകളെല്ലാം, അത് സ്ത്രീകളെല്ലാം, വനിതകളെല്ലാം വീടുകളിൽ നിന്നും ജോലി സ്ഥലങ്ങളിലേക്ക്, വലിയ വലിയ ഫാക്ടറികളിലേക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് പല നഗരങ്ങളും, അർബണൈസേഷൻ, നഗരവൽക്കരണം ഉണ്ടാവാൻ തുടങ്ങി എന്നാണ് പറയണത്. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. ദെൻ എക്കണോമിക്കൽ ഫാക്ടേഴ്സിലെ മൂന്നാമത്തെ ഘടകമാണ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1960കളിൽ ഇന്ത്യയിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ കൃഷി എന്ന് പറഞ്ഞ മേഖല, അതായത് നമ്മുടെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുറഞ്ഞ അളവിൽ കൂടുതൽ ഉൽപാദനം, കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ഉൽപാദനം
കൃഷി എന്ന് പറഞ്ഞ മേഖലയിൽ ഉണ്ടാക്കുക. ഒരു ഡ്രാമറ്റിക്കൽ ചേഞ്ച് അബൌട്ട് ദി ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ എന്നാ പറയുന്നത്. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. 1960കളിലാണ് ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ ആരംഭിക്കുന്നത്. ഈ ഗ്രീൻ റവല്യൂഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് കൃഷി ചെയ്യാനുള്ള ക്രെഡിറ്റ്സുകൾ, ലോണുകളെല്ലാം ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തു. അതുപോലെ തന്നെ ന്യൂ ടെക്നോളജി ഉള്ള മെഷീൻസുകൾ, കൊയ്ത്ത് യന്ത്രങ്ങളും മെതിയന്ത്രങ്ങളും ഉപയോഗിച്ചു. പിന്നെ ഹൈ ഈൽഡ് സീഡ്, നല്ല ഉയർന്ന വിത്ത് ഇനങ്ങൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ആ സമയത്താണ് ഇന്ത്യയിൽ കുറെ ഡാമുകളും കനാൽസുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ജലസേചന സൗകര്യങ്ങളും കൂടുതലും ഉണ്ടാക്കി. അതുപോലെ ഒന്നാന്തരം ഫെർട്ടിലൈസറുകൾ, കീടനാശിനികൾ, പെസ്റ്റിസൈഡുകൾ, ഇതൊക്കെ രാസവളങ്ങളും ജൈവവളങ്ങളും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചതും ഈ ഒരു കാലഘട്ടം. ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് ഏത് കുറഞ്ഞ കാലയളവിൽ ഒരു കൂടുതൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറഞ്ഞ അളവിൽ കൂടുതൽ ഉൽപാദനം ഈ ഒരു മേഖലയിൽ കിട്ടി. ആ ഒരു മേഖലയെ, ആ ഒരു വിപ്ലവത്തെയാണ് നമ്മൾ എന്ത് ഹരിത വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക മേഖല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ്, റൈസ്, ഷുഗർ കെയിൻ, അതായത് വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ, ഗോതമ്പ്, കരിമ്പ്, നെല്ല്, ഇതിലാണ് ഏറ്റവും കൂടുതൽ ഏത് ഉൽപാദനം ഇന്ത്യ ഉണ്ടാക്കിയത്. ഇനി ഹരിത വിപ്ലവം ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റ്സുകളിലാണ് ഉണ്ടായത് എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറീസ, ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ് ആൻഡ് ഹരിയാന, ഇവിടെയൊക്കെയാണ് ഏത് ഹരിത വിപ്ലവം ഉണ്ടായത്. ഇതില് ഹരിത വിപ്ലവം ഏറ്റവും ആദ്യം ആരംഭിച്ചത് പഞ്ചാബിലും ഹരിയാനയിലുമാണ് കേട്ടോ. പഞ്ചാബിലും ഹരിയാനയിലുമാണ് ഏത് ഹരിത വിപ്ലവം കൂടുതലായിട്ട് കണ്ടത്. ദെൻ ഇത്രയാണ് ഏത് എക്കണോമിക്കൽ ഫാക്ടേഴ്സിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റത്തെ ആണ് ഏത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ വരുമ്പോഴും എന്ത് സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാറ് ഉണ്ട്. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ എന്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയെ ഏത് ഭൗതികപരമായിട്ടും മാനസികപരമായിട്ടും ബുദ്ധിപരമായിട്ടും എന്ത് ഉയർത്തുകയാണ്, അവേക്കനിങ് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു സൊസൈറ്റിയിൽ അവനെ, ഒരു സോഷ്യൽ എൻവയോൺമെന്റിലേക്ക് അവനെ വളർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എഡ്യൂക്കേഷൻ നമുക്ക് രണ്ട് രീതിയിലാണ് ലഭിക്കുന്നത്, ഫോർമൽ എഡ്യൂക്കേഷനും ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔപചാരികമായി ലഭിക്കുന്ന വിദ്യാഭ്യാസം, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൗപചാരികമായിട്ട് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി നമ്മൾ പഠിച്ച് കിട്ടുന്ന അറിവ്, നോളേജ്, നമ്മൾ അറിയുന്ന അറിവുകൾ കിട്ടുന്നതിനെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ. അവിടെ ഒരു റെഗുലർ ആൻഡ് റെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ ഉണ്ടാവും. അവിടെ ഡെഫിനിറ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കും. പിന്നെ അവിടെ റൂൾസും റെഗുലേഷൻസുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെ പോകുന്ന ഇതിനെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് സ്വന്തം വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം സൊസൈറ്റി, തൊട്ടടുത്തുള്ള അയൽപ്പാക്കളിൽ നിന്നോ കമ്മ്യൂണിറ്റിയിൽ നിന്നോ ലഭിക്കുന്ന അറിവാണ്, നോളേജ് ആണ് ഏത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈവൻ നമുക്കറിയാം ഒരു കുട്ടി അവന്റെ സ്വന്തം ഭാഷ പഠിക്കുന്നത്, അവൻ സ്വന്തം കണ്ട് കേട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കുന്നത്, അത് ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ്. ലാംഗ്വേജ്, അതുപോലെ തന്നെ ട്രഡീഷണൽ പ്രാക്ടീസുകൾ, ഫോക്ക് സോങ്സുകൾ പഠിക്കുക, സ്കിൽസുകൾ പഠിക്കുക, ഇതൊക്കെ അവന് പാരമ്പര്യമായിട്ട് അവൻ കണ്ട് കേട്ട് അവന്റെ തലമുറകളായിട്ട് കൈമാറി കിട്ടുന്ന പോലത്തെ കഴിവുകളൊക്കെ, അതൊക്കെ നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു അധ്യായം. ഈ ഒരു അധ്യായം ഇങ്ങനെ എടുത്തൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, മൊത്തം ഒന്ന് ചുരുക്കി വേഗം പറയാൻ എന്ന് വിചാരിച്ച് ഇതിലെ വൺ വേർഡുകളൊക്കെ നിങ്ങൾ ടെസ്റ്റിൽ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ ഒരു അധ്യായത്തിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയാം.
ഇതിൽ നമ്മൾക്ക് 125 പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ, 17ാമത്തെ ചാപ്റ്റർ ആണ് പറയുന്നത്. മലയാളം ഗൈഡിലെ 125 പേജ്, 17ാമത്തെ ചാപ്റ്റർ, ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് 125 പേജിലെ വാട്ട് ഈസ് എ കൾച്ചറൽ ലാഗ്, എന്താണ് കൾച്ചറൽ ലാഗ് എന്ന് പഠിക്കാം. ദെൻ പിന്നെ ഒരു എസ്സേ ആണ് പഠിക്കേണ്ടത്. അത് മൊത്തം നമ്മൾ 125 പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഗൈഡിൽ കേട്ടോ. 125 പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ഗൈഡില്. ദെൻ പിന്നെ നോക്കേണ്ടത് 128 പേജിലെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എല്ലാ ഫാക്ടേഴ്സും അവിടെ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്, അതൊന്ന് പഠിക്കാം. ദെൻ 134 പേജിലെ മാക്സിമം വ്യൂ പോയിന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്, 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പഠിക്കാം. ദെൻ 136 പേജിലെ ഹൗ ഡിഡ് ദ ഗ്രീൻ റവല്യൂഷൻ ലീഡ് ടു ദി സോഷ്യൽ ചേഞ്ച്, എങ്ങനെയാണ് ഹരിത വിപ്ലവം ഇന്ത്യയിലെ മാറ്റങ്ങൾ സംഭവിച്ചത്. ഇത്രയും ചോദ്യങ്ങൾ നോക്കാം ഈ ഒരു അധ്യായത്തില്. ക്ലിയർ ആയോ? പതിനേഴാമത്തെ ചാപ്റ്റർ ഇംഗ്ലീഷ് ടെസ്റ്റില് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ടെക്നോളജി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ടെക്നോളജി, അതുപോലെ തന്നെ പിന്നെ എസ്സേ ആയിട്ട് ചോദിച്ചത് മാക്സിമം വ്യൂ പോയിന്റ് നമ്മളുടെ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷനും ഈ ഒരു അധ്യായത്തിന് ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ടെസ്റ്റിൽ നിന്ന് പഠിക്കാം. ടെസ്റ്റിൽ 1 വേർഡുകളൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ ഒരു അധ്യായത്തിൽ? ലാസ്റ്റ് വന്ന് കയറിയ ആൾക്കാരായതുകൊണ്ടും ഒന്നുകൂടി പറയാണ്, 17ാമത്തെ ചാപ്റ്റർ ആണ്, ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ് നമ്മൾ എടുത്തത്. 6 ഫാക്ടേഴ്സ് ആണ് സമൂഹത്തിൽ മാറ്റങ്ങൾ നടക്കാനുള്ള കാരണങ്ങൾ ഇത് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടിക്ക് ഇടാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ചാപ്റ്റർ 18ാമത്തെ ചാപ്റ്റർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എങ്ങനെയാണ് സാമൂഹ്യ മാറ്റം നടക്കുന്നത്? ഇപ്പൊ നമ്മൾ സാമൂഹ്യ മാറ്റം ഉണ്ടാവാനുള്ള കാരണങ്ങളെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് സാമൂഹ്യ മാറ്റം നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. സാമൂഹ്യ മാറ്റം അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നിലനിൽക്കുന്ന സമൂഹത്തില് നമുക്കറിയാം സമൂഹത്തിന്റെ സാമൂഹ്യ ഘടനയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിക്കാം. സാമൂഹ്യ ഘടനയിൽ അതിന്റെ സോഷ്യൽ സ്ട്രക്ചർ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ്ഡ് ചെയ്യാം. ഓൾഡ് ഇൻ ലൈഫിൽ നിന്നും പീപ്പിളിൽ നിന്നും ഒരു ഫംഗ്ഷനിങ്, പുതിയൊരു ന്യൂ ഫംഗ്ഷനിലേക്ക് മാറാം. അങ്ങനെ ഒരു മാറ്റത്തെയാണ് നമ്മൾ സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സാമൂഹ്യ ഘടനയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സാമൂഹ്യ മാറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്, സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ആണ്. ലോകം മുഴുവൻ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ലോകം മുഴുവൻ സാമൂഹ്യ മാറ്റം സംഭവിക്കാറുണ്ട്. ദെൻ രണ്ടാമത്തെ, സോഷ്യൽ ചേഞ്ച് ഈസ് നോട്ട് യൂണിഫോം. സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ അല്ല നടക്കുന്നത്. വ്യത്യസ്ത സമയങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് നടക്കുന്നത്. നോട്ട് യൂണിഫോം, ഒരുപോലെയല്ല. ദെൻ സോഷ്യൽ ചേഞ്ച് ഈസ് എ ഡെലിബറേറ്റ്, ബോധപൂർവമാണ് സാമൂഹ്യത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവുന്ന പറഞ്ഞത്. സമൂഹത്തിൽ ഓരോ മാറ്റങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ ബോധപൂർവമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. സോഷ്യൽ ചേഞ്ച് ഈസ് എ ഡെലിബറേറ്റ് എന്നാണ്. ദെൻ 4, ഡ്യൂറേഷൻ ഓഫ് ചേഞ്ച് ഈസ് എ വാരി. ഈ മാറ്റം നടക്കുന്നത് പല സമയത്തും പല സമയങ്ങളിലാണെന്നാണ് പറയുന്നത്. പല പ്രദേശങ്ങളിലും പല സമയങ്ങളിലാണ് സാമൂഹ്യ മാറ്റം നടക്കുന്നത്. ദെൻ സോഷ്യൽ ചേഞ്ച് ഈസ് എ വാല്യൂ ന്യൂട്രൽ. എന്ത് മാറ്റം നടന്നാലും അവിടെ മൂല്യം നിഷ്പക്ഷമായി നിൽക്കുന്നതാണ്. നമ്മുടെ മൂല്യങ്ങളിൽ അധികം മാറ്റങ്ങളൊന്നും വരില്ല. അത് നിഷ്പക്ഷമായിട്ട് ന്യൂട്രൽ ആയിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. വാല്യൂ ന്യൂട്രൽ ആയിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. ഇത്
സാമൂഹ്യ മാറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അത് പറഞ്ഞത്. ഇനി സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് വേർഡുകളുണ്ട്. അത് നല്ലോണം പഠിക്കണം കേട്ടോ. അത് ഞാൻ പറയാം. 139 പേജില്, അതായത് മലയാളം ഗൈഡില് 139 പേജില് 3ാമത്തെ ക്വസ്റ്റ്യൻ, എവല്യൂഷൻ റവല്യൂഷൻ. അത് മസ്റ്റ് ആയിട്ട് ടിക്ക് ഇട്ട് വെച്ചോ. എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എക്സാമുകളിൽ. എവല്യൂഷൻ എന്താ, റവല്യൂഷൻ എന്താ, അതായത് പരിണാമവും വിപ്ലവവും അല്ലെങ്കിൽ പരിവർത്തനവും എന്താണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളം ഗൈഡിലാണ് 139 പേജിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ 253 പേജിലുണ്ട്. അപ്പൊ സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് 4 വേർഡുകളാണ് പറയണത്. 1 എവല്യൂഷൻ, 2 റവല്യൂഷൻ, 3 പ്രോഗ്രസ്, 4 ഡെവലപ്മെന്റ്. ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് ഏത് സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെ. എവല്യൂഷൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പരിണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. പരിണാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവല്യൂഷൻ ബേസിക്കലി ഇൻവോൾവ് എ മോർ ഇൻട്രൻസിക് ചേഞ്ച് നോട്ട് ഓൺലി ഇൻ ദ സൈസ് ബട്ട് ഓൾസോ ഇൻ ദ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. അതായത് സമൂഹത്തിന്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് ഇൻട്രൻസിക് ആയിട്ട്, അതായത് ഗാഢമായിട്ടുള്ള മാറ്റങ്ങളാണ്. നീണ്ട കാലയളവെടുത്ത് പയ്യെ നടക്കുന്ന മാറ്റങ്ങളാണ്. അത് അതിന്റെ വലുപ്പത്തിലല്ല മാറ്റം നടക്കുന്നത്, അത് അതിന്റെ ഘടനയിലാണ് മാറ്റം വരുന്നത്. അതിനെയാണ് നമ്മൾ പരിണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിണാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ, ഇൻട്രൻസിക് ആയിട്ടുള്ള മാറ്റങ്ങളിലൂടെ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് രൂപപ്പെട്ട് വരുന്നതിനെയാണ് നമ്മൾ പരിണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു നീണ്ട കാലയളവ് എടുക്കും. ഉദാഹരണമായിട്ട് നമ്മളൊക്കെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്ന് പഠിച്ചാലും മതി. അതൊരു സമൂഹ മാറ്റമാണ് അല്ലെ. ഇന്ന് കാണുന്ന മനുഷ്യൻ എന്ന സ്പീഷീസിലേക്ക് വരുന്ന ഒരു പരിണാമ സിദ്ധാന്തമാണ് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ദെൻ അടുത്തതാണ് ഏത്, റവല്യൂഷൻ അല്ലെ. ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കും നിങ്ങളോട്. ഇത്ര നേരം ചോദ്യം ചോദിച്ചിട്ടില്ല. ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു റവല്യൂഷന്റെ പേര് പറയാൻ പറ്റുമോ? ഒരു ഡേറ്റും ഒരു റവല്യൂഷന്റെ പേരും നിങ്ങൾക്ക്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു റവല്യൂഷന്റെ പേരും ഡേറ്റും. ഹിസ്റ്ററിയിൽ ഒരു റവല്യൂഷൻ എന്തായാലും പഠിക്കും എല്ലാരും. ഒരു റവല്യൂഷന്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത്ര നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു, നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു റവല്യൂഷൻ, വിപ്ലവം, ഏതെങ്കിലും ഒരു വിപ്ലവത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഡേറ്റും പേരും? ആരുമില്ല, എല്ലാരും ഉറങ്ങാണോ? ഒരാള് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ ഇപ്പൊ പഠിച്ചത് അതെ അല്ലെ. അവിടെ എന്താ പഠിച്ചത് ഗ്രീൻ റവല്യൂഷനില്? ഗ്രീൻ റവല്യൂഷൻ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ചരിത്രത്തിലേക്ക് വാ. ഹിസ്റ്ററിയിലെ ഒരു റവല്യൂഷൻ പറഞ്ഞു. ഒരു റവല്യൂഷൻ ആരും കമന്റ് പോലും ഇടുന്നില്ല. ഓക്കെ, ഞാൻ തന്നെ പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏത്, ഫ്രഞ്ച് റവല്യൂഷൻ വന്നു. ഒരു കമന്റ് വന്നു. ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ് ആരംഭിച്ചത്? കാരണം ഫ്രഞ്ച് റവല്യൂഷന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് നിലവിൽ വരാൻ കാരണം ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. 1789 ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് പതിയെ വന്നത്, അതുകൊണ്ടല്ലേ. ഓക്കെ, 1789 ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് സോഷ്യോളജി ഒരു ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആയിട്ട്, ഒരു സ്വതന്ത്ര വിഷയമായിട്ട് സമൂഹശാസ്ത്രം നിലവിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഏതെങ്കിലും റവല്യൂഷൻ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ചരിത്രപരമായിട്ട്. ഈവൻ പോട്ടെ, നിങ്ങൾ ഹിസ്റ്ററി ടെസ്റ്റില് പഠിച്ചിട്ടുണ്ടാവും ഏത്, റഷ്യൻ റവല്യൂഷൻ പഠിച്ചില്ലേ?
ഈ റഷ്യൻ റവല്യൂഷൻ 1917 നടന്നത്. എന്താണ് റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, റഷ്യൻ റവല്യൂഷൻ എടുത്തു നോക്കിക്കോ, അവിടെ എന്താണ് നിലനിൽക്കുന്ന ഒരു സാർ അല്ലെ, സാർ ചക്രവർത്തിയുടെ ഭരണത്തെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഭരണം അല്ലെ, നിലനിൽക്കുന്ന ഭരണത്തെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഭരണം കുറഞ്ഞ കാലയളവിൽ കൊണ്ട് ഉണ്ടാക്കുക. ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയാലേ, സാർ നിക്കോളാസ് രണ്ടാമനെ മാറ്റിക്കൊണ്ട് ദ്യൂമ എന്ന് പറഞ്ഞൊരു ഗവൺമെന്റും അതിന്റെ സഹായത്തോടെ ഈ ഒരു രാജാവിനെ നിക്കോളാസ് രണ്ടാമനെ മാറ്റിക്കൊണ്ട് ആര് ബോൾഷെവിക് റവല്യൂഷൻ നടത്തുകയും അവസാനം റഷ്യ എന്ന് ഒരു സോവിയറ്റ് യൂണിയൻ ആയിട്ട് അല്ലെ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ, ഇവിടെ എന്താ നടക്കുന്നത്? നിലനിൽക്കുന്ന സമൂഹത്തെ പെട്ടെന്ന് തന്നെ മാറ്റി ഒരു പുതിയൊരു സമൂഹം ഉണ്ടാക്കാം. അത് കുറഞ്ഞ കാലയളവിൽ, ഈ ഒരു കുറഞ്ഞ കാലയളവിലുള്ള ഈ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് റവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് എടുത്തത്. ഇവിടെ റവല്യൂഷൻ ഈസ് എ സഡൻ ആൻഡ് ആഫ്റ്റർ ഓവർ ടു ദി എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ ആൻഡ് സിസ്റ്റം. നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക ഇൻ എ ഷോർട്ട് ടേം പീരീഡ്, ഒരു കുറഞ്ഞ കാലം. നമുക്കറിയാം, ഒരു റവല്യൂഷൻ ചിലപ്പോൾ 10-15 വർഷം വരെ ഉണ്ടാവുള്ളൂ, 5 വർഷമൊക്കെ വരെ ചിലപ്പോൾ ഉണ്ടാവും. നിലനിൽക്കുന്ന സമൂഹം മാറി പുതിയൊരു സമൂഹം അവിടെ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പരിവർത്തനം അല്ലെങ്കിൽ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോഗ്രസ് എന്താണ്? പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരോഗതിയാണ്. പ്രോഗ്രസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ചസ് ഇൻ സെർട്ടൈൻ ഡയറക്ഷനിലൂടെ ഓൾവേസ് ടുവേർഡ്സ് സം ഡിസൈർഡ് ഗോൾ. നമുക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നമ്മുടെ ഡയറക്ഷനിലൂടെ മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പുരോഗതി എന്ന് പറയുന്നു. അതായത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഡിസയർ ഗോൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ സെർട്ടൈൻ ഡയറക്ഷനിലൂടെ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ ടുവേർഡ്സ് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പ്രോഗ്രസ് എന്നതുകൊണ്ട് പറയും. ഇത് നടക്കുന്ന ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമുക്ക് സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പ്രോഗ്രസ് എന്ന് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രോഗ്രസ് പുരോഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇനി ഡെവലപ്മെന്റ് എന്താ? വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് പ്ലാനഡ് സോഷ്യൽ ചേഞ്ച്. അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കും കുറെ കാര്യങ്ങൾ, അതുപോലെ സമൂഹം മാറാം. മുൻകൂട്ടി തീരുമാനിച്ച് സ്ട്രാറ്റജി ഓഫ് പ്ലാൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ എ ഡയറക്ഷൻ ദാറ്റ് ഈസ് കൺസിഡേർഡ് ഡിസൈർഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അതായത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സമൂഹത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 4 വേർഡില് എവല്യൂഷനും റവല്യൂഷനും ആണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാറ്. റവല്യൂഷനും എവല്യൂഷനും, പരിണാമവും പരിവർത്തനം അല്ലെങ്കിൽ വിപ്ലവം. ദെൻ പ്രോഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഉണ്ട്, പുരോഗതി ഉണ്ട്, വികാസമുണ്ട്. അതും ചോദിക്കാറില്ല, എന്നിരുന്നാലും അറിഞ്ഞിരിക്കാം. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. 4 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. എവല്യൂഷണറി തിയറി, ഫങ്ഷണലിസ്റ്റിക്കൽ തിയറി, കോൺഫ്ലിക്റ്റ് തിയറി, അതുപോലെ തന്നെ സൈക്ലിക്കൽ തിയറി. ഇങ്ങനെ 4 തിയറികളാണ്. എവല്യൂഷണറി, സൈക്ലിക്കൽ, ഫങ്ഷണൽ ആൻഡ് കോൺഫ്ലിക്റ്റ് തിയറി. ഈ തിയറികളൊന്നും അധികം പഠിക്കണ്ട. അതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിയറി എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് തിയറി, സംഘടനവാദ സിദ്ധാന്തം. അത് നിങ്ങൾ ടെസ്റ്റിൽ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി പഠിക്കും വേണം. ഈ മലയാളം ഗൈഡില് 143 പേജില് 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ അബൌട്ട് ദി 1 to 5 വേർഡ്സ് ഓഫ് ദി കോൺഫ്ലിക്റ്റ് തിയറി ഇൻ സോഷ്യൽ ചേഞ്ച്. സംഘടനവാദ സിദ്ധാന്തത്തെ കുറിച്ചിട്ട് എഴുതാണ്. ഇത് കാൾ മാർക്സിന്റെ അഭിപ്രായത്തിലുള്ള സിദ്ധാന്തം തന്നെയാണ്. കാൾ മാർക്സ് ആണ് ഏത് സംഘടനത്തെ കുറിച്ച്, കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നത് അല്ലെ. ക്ലാസ് സ്ട്രഗിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ക്ലാസ് കോൺഫ്ലിക്റ്റ്, വർഗ സമരത്തിലൂടെയാണ് ഓരോ സമൂഹങ്ങളും ഉണ്ടാവുന്നത് എന്ന് പറയണ ഇതാണ് ഏത് ഈ ഒരു സിദ്ധാന്തം. ഇതില് നമ്മുടെ ഹെഗലും ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്.
അപ്പൊ ഹെഗലിന്റെയും കാൾമാക്സിന്റെയും അഭിപ്രായത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുകയാണ് എന്ത് ഒപ്പോസിഷനും കോൺട്രഡിക്ഷനും ആയിട്ടുള്ള വിഭാഗങ്ങൾ. ഇവര് എന്ത് പവറിന്റെയും അതോറിറ്റിയുടെയും അടിസ്ഥാനത്തിൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, തുല്യമായിട്ട് വിഭജിക്കാണ്ട് വരുമ്പോ ഇവര് തമ്മിൽ എന്ത് കോൺഫ്ലിക്റ്റ്, തർക്കം, സംഘടനം ഉണ്ടാവുന്നു. ഈ സംഘടനം ഉണ്ടാവുമ്പോൾ പുതിയ പുതിയ സമൂഹങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വരും. കാൾമാക്സ് പറഞ്ഞു 4 സമൂഹങ്ങൾ അല്ലെ, അഗ്രേറിയൻ, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം എന്ന് പറയാം. അല്ലെ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ സമൂഹം എടുക്കുകയാണെങ്കിൽ അറിയാം നമുക്ക്, സെർവ്സും ലാൻഡ് ലോഡ്സും തമ്മിൽ തല്ലൂടിയിട്ട് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ സമൂഹം ക്രിയേറ്റ് ചെയ്തു. അവിടെ ബൂഷാസീസും പ്രോളിറ്റേറിയൻസും തല്ലൂടിയിട്ട് ഏത് സമൂഹം ക്രിയേറ്റ് ചെയ്തു എന്നാ പറയണത്? സോഷ്യലിസം എന്ന് പറഞ്ഞ സമൂഹം ക്രിയേറ്റ് ചെയ്തു. അവിടെ എല്ലാവരും ഈക്വൽ ആയിട്ടാ. ഇവിടെ നിങ്ങളുടെ ടെസ്റ്റില് ഒരു ഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇതടക്കം നിങ്ങൾ വരച്ച് പറയണം കേട്ടോ. തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ്. നിലനിൽക്കുന്ന സമൂഹത്തെ തീസിസ് എന്നും കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമൂഹത്തെ ആന്റിതീസിസും ആ കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന പുതിയ സമൂഹത്തെ സിന്തസിസും എന്നും പറയുന്നു. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറയണത്. ഇനി ഈ ഒരു അധ്യായത്തിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ച്. അതും നിങ്ങൾ പഠിക്കണം. 141 പേജിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഗേഡിലെ 141 പേജിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ. 3 രീതിയിലാണ് സാമൂഹ്യ മാറ്റങ്ങൾ നടക്കുന്നത്. ഒന്ന് ലീനിയർ ചേഞ്ച്, രേഖീയ മാറ്റം. 2 സൈക്ലിക്കൽ ചേഞ്ച്, ചാക്രിക മാറ്റം. 3 ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്, ഏറ്റക്കുറച്ചിലിന്റെ മാറ്റം. ഇനി ലീനിയർ ചേഞ്ച് എന്താണെന്ന് നോക്കാം. രേഖീയ മാറ്റം, അതായത് നേർരേഖയിലുള്ള മാറ്റങ്ങളെയാണ് രേഖീയ മാറ്റം എന്ന് പറയുന്നത്. അതായത് ലളിത സമൂഹത്തിൽ നിന്നും ഒരു സങ്കീർണമായിട്ടുള്ള സമൂഹം, നേർരേഖയിൽ പോകുന്ന സമൂഹം മാറ്റത്തെയാണ് നമ്മൾ എന്ത് രേഖീയ മാറ്റം. അതായത് ഇപ്പൊ നമുക്കറിയാം കുറച്ച് വീടുകളെല്ലാം ചേർന്ന് ഒരു വില്ലേജ് ഉണ്ടാവും. വില്ലേജുകൾ കൂടുമ്പോൾ അതെന്ത് ടൗൺ ആയി മാറുന്നു. കുറെ ടൗണുകൾ കൂടുമ്പോൾ അതൊരു സിറ്റി ആവുന്നു. ഇതൊരു നേർരേഖയിലുള്ള മാറ്റമാണ്. ഈ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് ലീനിയർ ചേഞ്ച് അല്ലെങ്കിൽ രേഖീയ മാറ്റം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഏത് സൈക്ലിക്കൽ, ചാക്രിക മാറ്റം. ചാക്രിക മാറ്റത്തിന് ഒരു ഉദാഹരണം ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി തന്നെ എടുത്തോ. ഹിസ്റ്ററിയിൽ നമുക്കറിയാം ആദ്യം പഠിച്ച സംസ്കാരമാണ് ഏത് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെ. ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒറിജിനും ഗ്രോത്തും മെച്യൂരിറ്റിയും ദെൻ ഡിക്ലൈനും കണ്ടു. ആ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ റൊട്ടേറ്റ് ചെയ്ത് മാറി. പിന്നെ വേറൊരു സമൂഹം പഠിച്ചു, വേദിക് സൊസൈറ്റി അല്ലെ. വേദിക് സൊസൈറ്റി ഒറിജിൻ ചെയ്തു, അതിന്റെ ഗ്രോത്ത് കണ്ടു, മെച്യൂരിറ്റി കണ്ടു, അതും ഡിക്ലൈൻ ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ഏത് മൗര്യ സാമ്രാജ്യം അല്ലെ. മൗര്യന്റെ അതിന്റെ ഒറിജിനും ഡിക്ലൈൻ, അതിന്റെ മെച്യൂരിറ്റിയും വന്നു, ഡിക്ലൈൻ കണ്ടു. മൗര്യ സാമ്രാജ്യം കഴിഞ്ഞു, ആ സൊസൈറ്റി കഴിഞ്ഞപ്പോ വീണ്ടും ഗുപ്ത സൊസൈറ്റി വന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞു ആര് ഡൽഹി സുൽത്താൻമാർ വന്നു. ഡൽഹി സുൽത്താൻമാരിൽ തന്നെ 5 ഡൈനാസ്റ്റികൾ വന്നു, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് മുഗൾമാർ വന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു സൈക്ലിക്കൽ ആയിട്ട് ഏത് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, അങ്ങനെ തന്നെ മാറിപ്പോകുന്ന മാറ്റത്തെയാണ് നമ്മൾ സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റത്തെ മാറ്റമാണ് ഫ്ലക്ച്വേറ്റിംഗ്. ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ചില മാറ്റങ്ങൾ കൂടുതലായി നിൽക്കും, അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ മാറ്റം ഇല്ലാണ്ടായി താഴേക്ക് പോകും, ചിലപ്പോൾ സ്റ്റേൺ ആയിട്ട് നിൽക്കും. ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ പോലെ കൂടുകയും കുറയുകയും നിൽക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് ഏറ്റക്കുറച്ചിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ഈ ഒരു അധ്യായം. ഞാൻ ഒന്നും കൂടി പറയാം, ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്ന്. 18ാമത്തെ അധ്യായത്തിലെ 139 പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ, എവല്യൂഷനും റവല്യൂഷനും അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ 141 പേജിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ അടയാളപ്പെടുത്താം. ദെൻ 143 പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യനും അടയാളപ്പെടുത്താം. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഇപ്പൊ പറഞ്ഞത് നീതു എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 35 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 35 ചാപ്റ്റേഴ്സ് വേണ്ട, 20 ചാപ്റ്റേഴ്സ് ഇന്നുള്ള ചോദ്യങ്ങളാണ് വരിക. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് വരും.
ഈ നീതു ഇപ്പൊ എടുത്ത ചാപ്റ്റേഴ്സ് വരെ ഉള്ളത് നല്ലവണ്ണം പഠിക്കാം. എടുത്ത ചാപ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നീതുവിന് എഴുതാൻ കിട്ടിയിരിക്കണം. ബാക്കി ഒരു 6 ചാപ്റ്റേഴ്സ് ആണ്. ആ 6 ചാപ്റ്റേഴ്സ് തന്നെ ചോദ്യം കണ്ടാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അറ്റംപ്റ്റ് ചെയ്താൽ നല്ലത്. ചെയ്ത് നോക്കാം. ആ ചോദ്യം വായിച്ചിട്ട് എഴുതാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്കൊരു ചോദ്യം വരും. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് NOEC ഇറക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. 7 to 9 വരെ അല്ലേ ക്ലാസ്? 7 to 9 വരെ ആണോ? അതെ അതെ. അയ്യോ, എന്നാ 8 വരെ ഉള്ളൂ കേട്ടോ. അത് മിസ് തെറ്റിയിട്ടതായിരിക്കും. ഞാൻ 7 to 8 വരെ മതി എന്ന് പറഞ്ഞിരുന്നു ലാസ്റ്റ് കേട്ടോ. നിക്സൺ. ഓക്കെ ഓക്കെ. ഓക്കെ, ശരിയാണ്. താങ്ക് യു. താങ്ക് യു മിസ്.